എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് കാത്തെ പസഫിക് എന്ന് പറയുന്ന ഹോങ്കോങ്ങിൻ്റെ എയർലൈൻസിൽ നേരെ മലേഷ്യക്കാണ്. അപ്പോൾ മലേഷ്യക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, അത് ഹോങ്കോങ്ങിൽ ചെന്നിട്ട് അടുത്ത ഹോങ്കോങ്ങിൽ നിന്ന് മലേഷ്യക്കുള്ള അടുത്ത ട്രാൻസിറ്റ് എടുത്ത ഫ്ലൈറ്റിലാണ് പോകേണ്ടത്. അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് എയർപോർട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വീടെല്ലാം ഒന്ന് സെറ്റാക്കി, നമുക്ക് പൂച്ചക്കുട്ടികളുണ്ട്, അപ്പോൾ അവരെയൊക്കെ ഒന്ന് സെറ്റാക്കി വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ പോകുന്ന എയർപോർട്ടിലോട്ട് മെട്രോയിലാണ്. അതുകൊണ്ട് മുറബ ലുലുവിൻ്റെ അവിടോട്ട് നമ്മുടെ ഫ്രണ്ട് നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ ഫ്രണ്ട്സും എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ പോകുന്നത് ഈ മുറബ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത് നേരെ എയർപോർട്ടിലോട്ട്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മെട്രോ വന്നതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. നേരെ എയർപോർട്ടിലോട്ട് വണ്ടിയെ പോവുകയാണ്, ഏതെങ്കിലും ഫ്രണ്ട്സ് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മളെ കൊണ്ട് അവരെ മുറബ സ്റ്റേഷനിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോയി. നമ്മളിനി നേരെ ട്രെയിൻ കയറി എയർപോർട്ടിലെത്തും. നമ്മുടെ ഫ്ലൈറ്റ് 11 മണിക്കാണ്. ഇവിടെ നിന്നും കാത്തെ പസഫിക് നേരെ ഹോങ്കോങ് ടു മലേഷ്യ, അതാണ് ഫ്ലൈറ്റ്. അറൗണ്ട് 8-9 അവർ ഫ്ലൈ ഉണ്ട്, ലോങ് ഫ്ലൈ ആണ്. അങ്ങനെ മുറബ മെട്രോ സ്റ്റേഷനിൽ വന്നു. നമ്മൾ നേരെ ലഗേജൊക്കെ ആയിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവാണ്. നമ്മൾ ദുബൈയിലൊക്കെ പോകുന്ന പോലെ തന്നെ ഇപ്പോൾ റിയാദിൽ നമുക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാറ്റം. നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ നിൽക്കുകയാണ് ട്രെയിൻ വരാൻ വേണ്ടി. ഇതിപ്പോൾ നേരെ സാബ് ബാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേഷനിൽ ചെല്ലും. അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കാഫ്ഡിലാണ് വരുന്നത്, KFD കാഫ്ഡ്. അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്ത ട്രെയിൻ യെല്ലോ ലൈൻ പിടിച്ചിട്ട് എയർപോർട്ട്. മെട്രോ സ്റ്റേഷൻ 40 മീറ്റർ താഴെയാണ്, 5 നില കെട്ടിടത്തിൻ്റെ താഴ്ചയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. മനോഹരമായിട്ടാണ് അവർ പണിതിരിക്കുന്നത്. കണ്ടോ, 5 ഇതാ ലിഫ്റ്റ്. ഈ ലിഫ്റ്റിൽ നമ്മൾ ഇറങ്ങി വന്നേ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങോട്ട് പോകുന്ന മെട്രോയും ഫുള്ളായിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മളിരിക്കുന്ന ആ ഒരു മെട്രോയും ഭയങ്കര തിരക്കിലാണ്. നമുക്കിപ്പം കഷ്ടിച്ച് സീറ്റ് കിട്ടി ഒരു 3-4 സ്റ്റേഷൻ കഴിഞ്ഞപ്പം. ഞങ്ങളിപ്പം എത്തുകയാണ് കാഫ്ഡിൽ. ഇതാണ് നമ്മളുടെ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് യെല്ലോ ലൈനിൽ പോകണം. സ്റ്റേഷന് എത്താറായി കാഫ്ഡ്. നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് യെല്ലോ ലൈനിൽ പോകണം നേരെ എയർപോർട്ട്. കാഫ്ഡിലെത്തി. കാഫ്ഡിൽ നമ്മളിത് ഈ യെല്ലോ ലൈൻ പിടിച്ചിട്ട് നമ്മൾ നേരെ എയർപോർട്ട്. ഇങ്ങനെ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പം തന്നെ ആൾക്കാർ പോകുന്നുണ്ടോ. ഓഫീസൊക്കെ വിട്ട് പോകുന്നവരായിരിക്കും കൂടുതലും ലേഡീസാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ലഗേജ് ഉണ്ട്, ഒരു ഹാൻഡ് ക്യാരി. നല്ല ക്രൗഡാണ് എയർപോർട്ട് മെട്രോയിൽ.
നമ്മളങ്ങനെ എയർപോർട്ട് ടെർമിനൽസിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ടെർമിനൽ 3 and 4 ആണ്. നമ്മളങ്ങനെ ടെർമിനലിലെത്തി. അങ്ങനെ നമ്മൾ ടെർമിനൽ 1-ലെത്തി. നമ്മളങ്ങനെ എയർപോർട്ടിലോട്ട് പോകുന്നു. നമ്മളങ്ങനെ ടെർമിനൽ 1-ലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നേരെ എയർപോർട്ട്. ഇങ്ങനെ എലിവേറ്റർ നിൽക്കിയതാ, ഇങ്ങനെ പോകും നേരെ എയർപോർട്ടിലോട്ട്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് മെട്രോയിൽ കൂടി യാത്ര ചെയ്ത് എയർപോർട്ടിലെത്തി എന്നുള്ള കുഴപ്പമില്ല. എക്സാക്ട്ലി 1 hour നമ്മളിവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ എത്തി. ടെർമിനൽ 1-ൽ നിന്നാണ്. ഇവിടെ എയർ ചൈന, കാത്തെ പസഫിക്, അതുപോലെ തന്നെ KLM, ഈ 3 എയർലൈൻസിൻ്റെ ബോഡി നടക്കുന്നുണ്ട്. മോസ്റ്റ്ലി ഒത്തിരി ചൈനീസ് ഇതിനകത്തുണ്ട്. അപ്പം 4 റിയാദിൽ ഈ 3 എയർലൈൻസ് പണ്ട് കാര്യമായിട്ട് റണ്ണിങ് ഉണ്ടായിരുന്നല്ല ഇത്രയും ക്രൗഡിൽ. പക്ഷെ ഇപ്പം അതേ ഇഷ്ടംപോലെ പാസഞ്ചേഴ്സ്. നമ്മളങ്ങനെ മെട്രോയിൽ നിന്ന് കയറി യാത്ര ചെയ്ത് ഇവിടെ എത്തി. നമ്മളിപ്പം ഇൻ്റർനാഷണൽ ടെർമിനൽ 1-ന് അകത്ത് കയറി ഇമിഗ്രേഷനും ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിൽക്കുക. നമ്മൾ ഫുള്ളി 100% സെറ്റായിട്ടില്ല എങ്കിലും നേരത്തേലും ഭംഗിയുണ്ട് ഇപ്പം കാണാൻ. ഈ ഒരു പെർഫ്യൂമിൻ്റെ വില 860 റിയാൽ. സാഷയുടെ പെർഫ്യൂം ഏതാണ് 463 റിയാൽ. നമുക്കിതൊരു 300 റിയാലിന് വില കിട്ടും. ഇവിടെ ഒരു സെക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് 100 റിയാൽ താഴെ 2499 എന്നൊക്കെ. എന്ത് സംഭവമാണെന്ന് പോയി നോക്കിയിട്ട് വരാം. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നമ്മളൊരു പെർഫ്യൂം വാങ്ങുക, എന്നിട്ട് ഇവിടെ ക്യൂ നിൽക്കുക. നേരെ ഫുഡ് കോർട്ട് വരെ ഒന്ന് പോവാം, നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതൊരു പുതിയ ടെർമിനലാണ്. നമ്മളങ്ങനെ ബർഗർ കിങ് സെപ്പറേറ്റ് ഒരു ഔട്ട്ലെറ്റ് ഇവിടെ. അങ്ങനെ നമ്മുടെ ഗേറ്റിലോട്ട് പോവാം. 132 ആണെന്ന് തോന്നുന്നു നമ്മുടെ ഗേറ്റ് നമ്പർ. ഹഡ്സൺ കഫേ എന്ന് പറഞ്ഞൊരു കഫേ ഇവിടെ കണ്ടു. ആദ്യമായിട്ടാണ് ഹഡ്സൺ കഫേ. നെറോ കഫേ, ഇറ്റാലിയൻ. ഇതൊരു പുതിയതായിട്ട് കണ്ട ഒരു ബ്രാൻഡ്, ജോൺസ് ദ ഗ്രോസർ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. ഒക്കെ പുതിയ സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ജദ്ദ എയർപോർട്ടിലും കണ്ടിട്ടില്ല. റിലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ്. ഒരു സിംഗപ്പൂർ ഡോളറിൻ്റെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു, മണി എക്സ്ചേഞ്ച്. പക്ഷേ അത് പൂട്ടി കിടക്കുക. അപ്പുറം ഉണ്ടെന്ന് തോന്നുന്നു, നോക്കാം. നമ്മുടെ ടെർമിനൽ ഇത് വന്നിട്ട് ഗേറ്റ് വന്നിട്ട് 107 ആണ്. ഇതിവർ ഭയങ്കരമായിട്ട് മോഡിഫൈ ചെയ്തു ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ വെച്ചിട്ട് പഴയ ആ എയർപോർട്ടിനെ കുറേ മോഡിഫൈ ചെയ്തെടുത്തിരിക്കുക. ഇതൊക്കെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഇതുവഴിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ. ഞങ്ങളങ്ങനെ ഓൾറെഡി ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ഫസ്റ്റ് ടൈമാണ് കാത്തെ പസഫിക്കിൽ യാത്ര ചെയ്യുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മളങ്ങനെ കയറി. പുറകില്ല 70K ആണ് നമ്മളുടെ.
ചൈനീസാണ് പറയുന്നത്, ചൈനീസ്. നമ്മളിപ്പോൾ വന്നിട്ട് ഫ്ലൈറ്റിനുള്ളിൽ കയറി കാത്തെ പസഫിക്. ഇപ്പം ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. ഫ്ലൈറ്റ് ഫുള്ളാണ് ശരിക്കും പറയുന്നത്. ഇതിനകത്ത് ഇംഗ്ലീഷ് ഉണ്ട്, ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ വരുന്ന ടി വിയിൽ. അത്യാവശ്യം നല്ല അടിപൊളി ഫ്ലൈറ്റാണ്. And remember, only inflate your life jacket when leaving the aircraft. 請記住，當離開機艙嘅時候，先至將救生衣充氣。If there's an emergency, or you hear the phrase "brace, brace," adopt the position shown in your safety card. 如果遇到緊急情況，或者聽見 brace brace，請根據安全指示卡做出保護自己嘅姿勢。ഫ്ലൈറ്റ് അങ്ങനെ ടേക്ക് ഓഫ് ആയി. ഇപ്പോൾ നമ്മളിപ്പം മനോഹരമായ റിയാദ് സിറ്റിയാണ് ഇപ്പോൾ സ്കൈയിൽ നിന്ന് കാണുന്നത്. രാത്രി നല്ല രസമാണ്, ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള സിറ്റി കാഴ്ച. ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് എത്രയും വേഗം കിടക്കാൻ നോക്കണം. കാര്യം ഇതൊരു ലോങ് ഫ്ലൈ ആണല്ലോ. ഇപ്പോൾ രാവിലെ ടൈം സോണൊക്കെ മാറും, ഒരു 5 hours 6 hours ഡിഫറൻസ് വരും ടൈം സോണുമായിട്ട്. ഇപ്പം ജെറ്റ് ലാഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഫുഡ് എത്തി. നോർമൽ ഒരു ഫിഷ് മീലും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഐസ്ക്രീം നമുക്ക് ഈ ഫ്ലൈറ്റിനകത്ത് സെർവ് ചെയ്ത് കിട്ടുന്നത്. ഫുഡ് ഒരു ചൈനീസ് മോഡൽ ഫുഡ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ പോകുന്ന റൂട്ട് ഇതാ ഇങ്ങനെയാണ്. നമ്മൾ റിയാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇന്ത്യയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത് ഹോങ്കോങ്. എയർബസ് A350 ആണ് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഫ്ലൈറ്റ്. മോസ്റ്റ്ലി എയർ ഫ്രാൻസും അതുപോലെ കാത്തെ പസഫിക്കും ഖത്തർ എയർവേസും കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത് എയർബസ് ആണ്. നമ്മുടെ ഇനി ലാൻഡിങ് ടൈം കാണിക്കുന്നത് 30 minutes ആണ്. ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ ഹോങ്കോങ്ങിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് നീണ്ട 8 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം നമ്മളിപ്പം ഹോങ്കോങ് എയർപോർട്ടിൽ ഒരു 10 മിനിറ്റിനകം തന്നെ ലാൻഡാകാൻ പോവുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഹോങ്കോങ്ങിൻ്റെ എയർപോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ആകാശ കാഴ്ചകളാണ്. വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സിറ്റി മുഴുവൻ കാണാൻ സാധിക്കുക. അതിഭയങ്കരമായ വലിയ വലിയ ഹൈ റൈസ് ബിൽഡിങ്സാണ് കൂടുതൽ ഹോങ്കോങ്ങിൻ്റെ ഒരു സിറ്റിയുടെ പ്രത്യേകത. അതുപോലെ എയർപോർട്ട് വളരെ വലിയൊരു എയർപോർട്ടാണ് ഹോങ്കോങ് എയർപോർട്ട്. ഈ ട്രാൻസിറ്റ് കൂടുതലും സൗത്ത് ഈസ്റ്റ് ഏഷ്യ വരുന്ന സിംഗപ്പൂർ ഹോങ്കോങ്ങാണ് കൂടുതലും. അതിൻ്റേതായ വലിപ്പം ആ എയർപോർട്ടിനുണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പം പോകുന്നത് ഈ പറയുന്ന ഈ കടലിൻ്റെ മുകളിൽ കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിൽ ഇരിക്കുന്ന കടലിനോട് ചേർന്നാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്.
എയർപോർട്ടിൻ്റെ റൺവേ. ഇതുണ്ടോ, ഷിപ്പ് കണ്ടോന്നു എന്നോ പോർട്ടോ ലോഡ് കണ്ടെയ്നേഴ്സുമായിട്ട്. Remain seated with your seatbelt fastened until the seatbelt sign has been turned off. Be careful when opening the overhead compartments as items inside may fall out. Please also check that you have all your personal belongings before leaving the aircraft. നമുക്കിവിടെ 4 മണിക്കൂറാണ് ട്രാൻസിറ്റ്. ഇപ്പം ഏതാണ്ട് ഇപ്പോൾ ഒരു 15-20 മിനിറ്റായിട്ട് ഇതിനകത്തൂടെ തന്നെ ഫ്ലൈറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇറങ്ങി ബാക്കി പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള പുതിയ ടെർമിനൽ വരുവാന്ന് തോന്നുന്നു. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.